സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് വാഗണർ, അതും നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? വാഗണറിൽ ഫസ്റ്റിൽ ഇറങ്ങിയ വാഗണറാണ്. ആ ഓക്കെ. 2005 മോഡൽ. 2005. പേപ്പർ എങ്ങനെയാണ്? 2030 വരെ പേപ്പർ ഉണ്ട്. 30 വരെ പേപ്പർ എടുത്തിട്ടുണ്ട്. 5 കൊല്ലത്തിന് പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് നമ്മൾ ഇത് ആരെടുക്കണെച്ചെങ്കിൽ അപ്പോൾ എടുക്കുള്ളൂ. ഓക്കെ. പൊല്യൂഷൻ ഇപ്പൊ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് അല്ല. ഓക്കെ. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് വർക്കിംഗ് ആണ്. പവർ ഷെയറിംഗ് ഉണ്ട്. AC പവർ ഷെയറിംഗ് തന്നെ ഉള്ളൂ. അത് വർക്കിംഗ് ആണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. എത്ര നമ്മൾ 85 രൂപ കൊടുക്കാം. വെറും 85,000 രൂപക്ക് ഒരു വാഗണർ, AC-യും പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. മൻസൂർ മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2007 ആണ്. 7 വണ്ടി അല്ലേ? ഓക്കെ. 27 പേപ്പർ ഉണ്ട്. AC-യും പവർ ഷെയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. വേറെ മേജർ കമ്പനി ഫുൾ ഫിറ്റ്. പിന്നെ നമ്മൾ അതിന്റേതായ പൈസ നമ്മൾ ചോദിക്കണുള്ളൂ. അതെ. ഒരു 65,000 രൂപ നമുക്ക് കൊടുക്കാം. 65,000 രൂപ കൊടുക്കും. ഒരു വാഗണർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. മൻസൂർ എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2008 ആണ് വണ്ടി. 8 മോഡൽ, 28 വരെ പേപ്പർ വണ്ടിയാണ്. AC-യും പവർ ഷെയറിംഗ്. ഇത് ടൈപ്പ് 2 ആട്ടോ. നമ്മൾ ആദ്യം കണ്ട ടൈപ്പ് 3 ആണ്. ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ്. പക്ഷെ വണ്ടി നല്ല കാണാൻ വൃത്തിയുണ്ട്. ഒരു അടിപൊളി. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് സൂപ്പറാണ്. മിയാണ്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കും. AC-യും പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു വാഹനം, ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. മൻസൂർ എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാൻ സാധാരണക്കാരനെ വരിക. കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് ഇപ്പൊ ഉള്ള വണ്ടി നിലവിൽ വന്ന കമ്പനിയിൽ നിന്ന് വന്ന ആ എക്സൈസിൽ ആണ്. നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പെയിന്റുകൾ എവിടെയും കമ്മി ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഒന്ന് ഉഷാറാക്കി വാഷിംഗ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ. 2011 മോഡലാണ്. ഈ കൊല്ലം അവസാനം വരെ പേപ്പർ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ പേപ്പർ എടുക്കും വേണം അല്ല.